ഹായ്, ഗുഡ് മോർണിംഗ് എവരി വൺ. ഇനി ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് ഞാനൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ പോകുന്നത് പാർക്കിൻസൺ എന്ന് പറയുന്ന രോഗാവസ്ഥയെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും ഇപ്പോൾ കോമണായി കേട്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ്. അതിപ്പോൾ കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന പ്രായമുള്ള ആളുകളിലാണ്. പക്ഷേ നമുക്ക് പ്രായമുള്ളവർ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഇതെന്ന് പറയാൻ പറ്റില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്, നമുക്കിത് മിഡിൽ ഏജിലായാലും അതുപോലെ തന്നെ അഡൽട്ട് ഏജിലായാലും ബട്ട് വെരി സ്മോൾ എമൗണ്ടിൽ കൊച്ചുകുട്ടികളിൽ കാണാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൂടുതലും നമ്മളിപ്പോൾ പക്ഷേ നമ്മൾ കൂടുതലും കണ്ടുവരുന്ന നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പേരൻസ്, ഗ്രാൻഡ് പേരൻസ് എന്നിവരിലാണ്. അപ്പോൾ ഈ ഒരു രോഗാവസ്ഥ ഒരു പ്രത്യേകം എന്താ പറയുക, ഒരു ചെറിയൊരു വിറയൽ, ഒരു ഷേക്കിംഗ്, ഒരു ലോസ് ഓഫ് ബാലൻസ് എന്നൊക്കെ നമ്മുടെ ശരീരത്തിൽ തോന്നുന്ന രീതിയിലാണ് തുടങ്ങുന്നത്. അത് തുടങ്ങി പല ഘട്ടങ്ങളായി മാറുകയാണ്. അങ്ങനെ ഓരോ ഘട്ടത്തിലും വന്ന് മസിലൊക്കെ ഭയങ്കര കട്ടിയാവുകയും അതുപോലെ തന്നെ അവർക്ക് നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊക്കെ വരുന്നു. കൂടുതലായിട്ടും ഈ ഒരു കാര്യം അനുഭവപ്പെടുന്ന ചിലർക്ക് കൈകളിൽ, ചിലർക്ക് കാലുകളിൽ, അങ്ങനെയാണ്. അപ്പോൾ ആദ്യം വന്ന് നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത്, ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് മരുന്ന് കഴിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും എത്രയൊക്കെ മരുന്ന് കഴിച്ചാലും പതിയെ ഇത് ശരീരത്തിൻ്റെ ബാക്കി സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. ഒരു വെള്ളം ഒഴുകി പോകുന്ന തൊട്ട് ആദ്യം കുറച്ച് ഒഴുകി പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന തൊട്ട് നമുക്ക് പോകുന്നുണ്ടിരിക്കും. അതിനുശേഷം ആളിൻ്റെ ആരോഗ്യം ശരിക്കും പോകുന്നു, ബാലൻസ് കിട്ടാതെ വരുന്നു, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ വരും. പിന്നെ ഇതിൻ്റെ ഒരു കുറേ കാലഘട്ടം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഓരോന്നും പുതിയതായി കണ്ടാണ് വരുന്നത്. ഈ രോഗത്തുമായി കണക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ വരും. ചിലരിലേക്ക് മറവി രോഗം വരും. അവർ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ബിഹേവ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, മുറിവുകൾ വരും, അത് ഉണങ്ങാൻ പാടുപെടും. ഇതെല്ലാം ഇതിൻ്റെ ഒരു ഘട്ടമാണ്. പതിയെ വരുന്നതാണ്. നമുക്ക് പറയാം, മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് ഓരോ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതിനകത്ത് തന്നെ വരുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ബാക്കി എന്ത് പ്രശ്നവും നമുക്ക് സോൾവ് ചെയ്തു പോകാം. ഇപ്പോൾ കൈ നടക്കാൻ പറ്റുന്നില്ല, അതിനൊക്കെ നമുക്ക് ഒരാളുടെ സപ്പോർട്ട് ചെയ്തതൊക്കെ മാറാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇതിലേക്ക് വരുന്നുണ്ട്. അതിലൊന്നാണ് റെം എന്ന് പറയുന്ന ഒരു അവസ്ഥ. റെം ഈസ് എ സ്ലീപ്പിംഗ് ഡിസോർഡർ. അതായത് നമുക്ക് ഉറക്കമില്ലായ്മ എന്നല്ല, ഉറക്കമുണ്ട്, പക്ഷെ നമുക്ക് ഡിസ്റ്റർബൻസ് ആണ് നമ്മുടെ ഉറക്കം. നമുക്ക് ശാന്തമായി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്തൊരവസ്ഥയായിരിക്കും കൂടുതൽ ആൾക്കാരുടെ ലൈഫിൽ. അവർ ചിലപ്പോൾ അത് ആദ്യമായി കാണുന്ന ആ രോഗിയിൽ മാത്രമായിരിക്കും. ആ രോഗി നമ്മൾ ആദ്യമായി കാണുമ്പോൾ ശരിക്കും നമ്മൾ ഇതിനെപ്പറ്റി അറിയാത്തൊരു വ്യക്തി ശരിക്കും പേടിച്ചു പോയി. ഇതെന്തായി കാണിക്കുന്നത്, വല്ല ബാധയാണോ, എന്താ ഇങ്ങനെ കാണിക്കുന്നത്, നമ്മൾ ചിന്തിച്ച് പകച്ച് നിൽക്കും, നമ്മൾ ആളുടെ അടുത്തോട്ട് പോകാതെ ഇരിക്കും. പക്ഷേ ആ ഒരു റെം എന്ന് പറയുന്ന അവസ്ഥ, അതായത് രാത്രി എന്തൊക്കെയോ വിളിച്ചു കൂവുന്നു, അല്ലെങ്കിൽ കരയുന്നു, വയലൻ്റ് ബിഹേവ് ചെയ്യുന്നു, ഒട്ടും നടക്കാൻ വയ്യാത്തൊരു വ്യക്തി ബെഡിൽ നിന്ന് ചാടുന്നു, വീഴുന്നു. അതേസമയം നമ്മൾ ആ വ്യക്തിയെ എത്രയൊക്കെ ഉണർത്താൻ നോക്കിയാലും ആ വ്യക്തി ഉണരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വ്യക്തിയോട് രാവിലെ വന്ന് ചോദിക്കുകയാണ്, എന്താ സംഭവിച്ചത്, കഴിഞ്ഞ ദിവസം രാത്രി എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ അവർ അങ്ങനെ സംഭവിച്ചിട്ട് അവർക്ക്